ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. പ്രിയപ്പെട്ട കുട്ടികളെ, 2ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിലെ 9ാമത്തെ പാഠം അദ്ദർസു താസിഉ തവക്കൽതു അലല്ലാഹ്. തവക്കൽതു അലല്ലാഹ് എന്നുള്ളതിൻ്റെ അർത്ഥം ഞാൻ അള്ളാഹുവിൽ ഭാരമേൽപ്പിച്ചു. ഇനി നമുക്ക് പാഠം നോക്കാം. അബ്ദുറഹീം നേരത്തെ ഉണർന്നു. സിയാറത്ത് യാത്രയുടെ ആവേശത്തിലായിരുന്നു അവൻ. വീട്ടുകാരെല്ലാം കുളിച്ചൊരുങ്ങി ദുആ ചെയ്തു. ഇടതുകാൽ വെച്ച് പുറത്തിറങ്ങി. ഉപ്പ പറഞ്ഞു, യാത്രയ്ക്കിറങ്ങുമ്പോൾ ഇടതുകാലാണ് മുന്തിക്കേണ്ടത്. ശുചിമുറിയിലേക്കും അങ്ങാടിയിലേക്കും ഇടതുകാൽ വെച്ച് തന്നെയാണ് കടക്കേണ്ടത്. അബ്ദുറഹീമും അവൻ്റെ വീട്ടുകാരും ഒരു സിയാറത്ത് യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അവർ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി ദുആ ചെയ്ത് വീട്ടിൽ നിന്നിറങ്ങി ഇടതുകാൽ വെച്ചാണ് പുറത്തിറങ്ങിയത്. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഇടതുകാലാണ് മുന്തിക്കേണ്ടത്. ശുചിമുറിയിലേക്കും അങ്ങാടിയിലേക്കും ഇടതുകാൽ തന്നെയാണ് മുന്തിക്കേണ്ടത്. ഇനി നമുക്ക് ബാക്കി ഭാഗം നോക്കാം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദുആ ചൊല്ലി. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഉപ്പ ഉച്ചത്തിൽ പറഞ്ഞു. എല്ലാവരും ഏറ്റു ചൊല്ലി. വാതിൽ പൂട്ടി പുറത്തിറങ്ങി. ഉച്ചയോടെ ഏർവാടിയിലെത്തി. സിയാറത്ത് ചെയ്തു. നന്നായി ദുആ ചെയ്തു. ശേഷം അവർ നാഗൂറിലേക്കു യാത്ര തിരിച്ചു. ഓരോ സ്ഥലത്തെയും ചരിത്രങ്ങൾ അബ്ദുറഹീം നോട്ട് ബുക്കിൽ എഴുതി. തിരിച്ചു വരുമ്പോൾ മൃഗശാല സന്ദർശിച്ചു. കടൽ തീരത്തും പോയി. സന്തോഷത്തോടെ തിരിച്ചെത്തി. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്റാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലേണ്ടത്. ഉപ്പ ദിക്റ് ഉച്ചത്തിൽ ചൊല്ലി. എല്ലാവരും ഏറ്റു ചൊല്ലി. അവർ ആദ്യം പോയത് ഏർവാടിയിലേക്കാണ്. പിന്നെ സിയാറത്തിന് ശേഷം ദുആ ചെയ്ത് അവർ നാഗൂറിലേക്ക് യാത്ര തിരിച്ചു. അതിനുശേഷം തിരിച്ചു വരുമ്പോൾ മൃഗശാലയും കടൽ തീരവും സന്ദർശിച്ചു. എല്ലാ വിവരങ്ങളും ചരിത്രങ്ങളും അബ്ദുറഹീം നോട്ട് ബുക്കിൽ എഴുതി. ഉപ്പ പറഞ്ഞു, മസ്ജിദ്, വീട്, വിദ്യാലയങ്ങൾ തുടങ്ങി നല്ല സ്ഥലങ്ങളിലേക്ക് വലതുകാൽ വെച്ചാണ് പ്രവേശിക്കേണ്ടത്. ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഖറജ്ന വഅലല്ലാഹി റബ്ബിന തവക്കൽന എന്ന് ചൊല്ലി വലതുകാൽ വെച്ച് വീട്ടിൽ കയറി. അപ്പോൾ വീട്ടിലേക്ക് കയറുമ്പോഴുള്ള ദിക്റ് ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഖറജ്ന വഅലല്ലാഹി റബ്ബിന തവക്കൽന. വലതുകാല വെച്ചാണ് വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത്. ബാക്കി നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ദിക്റ് ചൊല്ലി വീട്ടിലേക്ക് കടന്നു. ദിക്റ് ചൊല്ലി ഭക്ഷണം കഴിച്ചു. അപ്പോൾ പിശാച് കൂട്ടുകാരോട് പറയും, ഇന്ന് രാത്രി നിങ്ങൾക്കിവിടെ ഭക്ഷണമില്ല, താമസിക്കാൻ അവസരവുമില്ല. അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ദിക്റ് ചൊല്ലിയിട്ടാണ് അവൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ചത്. അതിനുശേഷം ദിക്റ് ചൊല്ലിയിട്ടാണ് അവൻ ഭക്ഷണം കഴിച്ചത്. എന്നാൽ പിശാച് അവൻ്റെ കൂട്ടുകാരനോട് പറയും, നിങ്ങൾക്ക് ഇന്നിവിടെ ഭക്ഷണവുമില്ല, താമസിക്കാൻ അവസരവുമില്ല എന്ന്. നമ്മൾ ദിക്റ് ചൊല്ലാതെ ഭക്ഷണം കഴിച്ചാൽ പിശാച് നമ്മളുടെ കൂടെ ഭക്ഷിക്കും. ദിക്റ് ചൊല്ലാതെ വീട്ടിലേക്ക് കടന്നാൽ പിശാച് നമ്മളുടെ കൂടെ വീട്ടിലേക്ക് പ്രവേശിക്കും. ഹസ്ബുനല്ലാഹ്, നമുക്ക് അല്ലാഹു മതി. കുട്ടികളെ, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്റ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്റ് ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഖറജ്ന വഅലല്ലാഹി റബ്ബിന തവക്കൽന. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. കുട്ടികളെ, ഈ ദിക്റ് നമ്മൾ സ്ഥിരമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ചാൽ പിശാചിന് നമ്മുടെ വീട്ടിൽ
താമസിക്കാനുള്ള അവസരവുമില്ല, ഭക്ഷണവുമില്ല. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. പാഠം നന്നായി പഠിക്കുക. അതിനുശേഷം നമുക്ക് തദ്രിബാത്ത് നോക്കാം. 1. നഖ്റഉ വനഫ്ഹം, വായിക്കുക, മനസ്സിലാക്കുക. സിയാറത്തുൻ, സന്ദർശനം. ദുആ, പ്രാർത്ഥന. ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ നാമത്തിൽ. വലജ്ന, ഞങ്ങൾ പ്രവേശിച്ചു. ഖറജ്ന, ഞങ്ങൾ പുറപ്പെട്ടു. തവക്കൽതു അലല്ലാഹ്, ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു. 2. നുറത്തിബ്, ക്രമം തെറ്റിയാണ് ഇവിടെ ദിക്റ് തന്നിരിക്കുന്നത്, അത് ശരിയാക്കി എഴുതുക. വലാ ഹൗല ബിസ്മില്ലാഹി അലല്ലാഹി വലാ ഖുവത്ത ഇല്ലാ ബില്ലാ തവക്കൽതു. ദിക്റ് നമുക്കറിയാം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ. 2. ബിസ്മില്ലാഹി ഖറജ്ന തവക്കൽന വഅലല്ലാഹി റബ്ബിന വലജ്ന വബിസ്മില്ലാഹി. അത് നേരെ എഴുതുമ്പോൾ ബിസ്മില്ലാഹി വലജ്ന വബിസ്മില്ലാഹി ഖറജ്ന വഅലല്ലാഹി റബ്ബന തവക്കൽന. 3. ക്വസ്റ്റ്യൻ നുജിബ്, ഉത്തരം എഴുതുക. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? ബിസ്മില്ലാഹി വലജ്ന വബിസ്മില്ലാഹി ഖറജ്ന വഅലല്ലാഹി റബ്ബിന തവക്കൽന. അബ്ദുറഹീമും കുടുംബവും എവിടെയെല്ലാം സന്ദർശിച്ചു? ഏർവാടി, നാഗോർ, മൃഗശാല, കടൽ തീരം. 4. നംലൗ, വലതുകാൽ വെച്ച് കയറണം എന്ന് കോളത്തിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ 4 ഭാഗം ആരോ മാർക്കുണ്ട്. അവിടെ നമുക്ക് വലതുകാൽ വെച്ച് എങ്ങോട്ടൊക്കെയാണ് കയറേണ്ടത് എന്നുള്ളത് എഴുതണം. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ, മദ്രസയിലേക്ക് പ്രവേശിക്കുമ്പോൾ, മസ്ജിദിൽ കയറുമ്പോൾ, സിയാറത്ത് സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ, ശുചിമുറിയിൽ നിന്നിറങ്ങുമ്പോൾ. ഇവിടെ എഴുതിയിട്ടുണ്ട്. അറിയാത്തവർ നോക്കി എഴുതുക, അല്ലാത്തവർ സ്വന്തമായിട്ട് എഴുതാം. അടുത്ത കോളം ഇടതുകാൽ വെച്ച് കയറണം. അതിൻ്റെ ആൻസർ അതിന് ആരോ മാർക്കിന് നേർക്ക് നമുക്ക് എഴുതാം. ശുചിമുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ, വാഹനത്തിൽ നിന്നിറങ്ങുമ്പോൾ, മദ്രസയിൽ നിന്നിറങ്ങുമ്പോൾ, അങ്ങാടിയിലേക്ക് പോകുമ്പോൾ, യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ. അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. എഴുതാൻ അറിയാത്തവർ ഇതിൽ നോക്കി എഴുതിയെടുക്കാം. അടുത്തത് നൻസഹ്, 5ാമത്തെ പ്രവർത്തനം നൻസഹ്. അത് നോക്കി ഇതിൽ തന്നിരിക്കുന്ന വാക്കുകൾ നോക്കി അതുപോലെ 3 ലൈനുമേ എഴുതാം. ഭക്ഷണം, ഭക്ഷണം തന്നെ എഴുതാം. കൂട്ടുകാർ, അങ്ങനെ, പ്രവേശിക്കുക, വിദ്യാലയം, മൃഗശാല, സ്ഥലം, ഏറ്റുചൊല്ലി, യാത്ര, ഉണർന്നു, ശുചിമുറി, അങ്ങാടി. 6ാമത്തെ പ്രവർത്തനം നുൻഷിഉൽ കലിമ. ഒരക്ഷരം തന്നിട്ടുണ്ട്, അതിനൊരു വാക്ക് ഉണ്ടാക്കുക. എ, എവിടെ. വി, വീട്. പ, പന. ടി, വട്ടി. ങ, മാങ്ങ. ത്ര, പാത്രം. തോ, തോണി. കലം. ൽ, പാൽ. ഷ, മേശ. ക, റബ്ബുക. നെ, എന്നെ. അതിൻ്റെ താഴെ ഒരക്ഷരം തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് 2 വാക്ക് വീതം ഉണ്ടാക്കുക. ഊ, ഊതി, ഊമ. യാ, യാത്ര, സിയാറത്ത്. പാ, പാലം, പാൽ. കു, ഖാലിക്കു, മാലിക്കു. ഒ, ഒരുവൻ, ഒന്ന്. അത് നിങ്ങൾ വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്കുകൾ അക്ഷരം വെച്ചിട്ട് ഉണ്ടാക്കാം. എന്നിട്ട് അത് തെറ്റാതെ എഴുതിയെടുക്കുക. പരീക്ഷയ്ക്ക് അക്ഷരം വെച്ച് വാക്കുണ്ടാക്കാനും അതുപോലെ തന്നെ ഈ 2 ദിക്റുകളും നന്നായി പഠിക്കുക. പരീക്ഷയ്ക്ക് 2 ദിക്റുകളും ചോദിക്കാറുണ്ട്, സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഇതോടുകൂടി ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഈ പാഠം
ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. കരളിൻ്റെ കരളായ ത്വാഹ റസൂലോടൻ കഥനങ്ങൾ ചൊല്ലിടാം. കരയുന്ന ഖൽബിൻ്റെ വ്യത ചൊല്ലി കണ്ണീരിൻ കഥ ചൊല്ലി കനിവിനായി തേടിടാം. വാഹല്ലിൽ മൗലിദി ഖുറത്തുൽ ഐനൈനി അഷ്റഫി ഖൽഖില്ല അഹ്മദ് ത്വാഹ റസൂലുള്ളാഹ്.